നമ്മൾ ഒരാൾക്കൊരു വിട്ടുവീഴ്ച ചെയ്താൽ നമ്മൾ താഴ്ന്നു പോവുകയല്ല, നമുക്ക് അള്ളാഹു ഉയർച്ചയാണ് നൽകുക. സ്വതക്ക കൊണ്ട് അവന് വർധനവാണ് നൽകുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ റിസ്ഖിൽ നമുക്ക് വർധനവ് നൽകുന്ന 4 കാര്യങ്ങൾ പണ്ഡിതന്മാരായ ആളുകൾ നമുക്കത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിപ്രകാരമാണ്. 1, നമ്മൾ നിസ്കാരം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കണിശത പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പണ്ഡിതന്മാരായ ആളുകൾ നമുക്ക് പറഞ്ഞു തന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നീ നിസ്കാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിനക്കെന്ത് ചെയ്യും, റിസ്ക്കിനെ വിശാലമാക്കി തരും എന്നുള്ളത്. അതാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അപ്പം നമുക്കറിയാലോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ വന്നിരുന്നാൽ ഞങ്ങൾ പ്രവാചകൻ അറിയാതെ ഞങ്ങൾ എണ്ണുമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ 70 ആകാം, അത് ചിലപ്പോൾ 100 ആകാം. അപ്പോൾ ഇസ്തിഗ്ഫാറിന് ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ. അള്ളാഹു ആയത്തിലൂടെ വളരെ സുന്ദരമായി നമുക്ക് വിശദീകരിച്ചു തരാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹു നിങ്ങൾക്ക് ആകാശത്തു നിന്ന് മഴയെ വർഷിപ്പിച്ചു തരും. അതേപോലെ തന്നെ സമ്പത്തും സന്താനങ്ങളും നീട്ടിത്തരും. അപ്പോൾ അതാണ് നമ്മൾ 2-ാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വതക്കയാണ്. പ്രിയപ്പെട്ടവരെ, സ്വതക്ക എന്ന് പറയുന്നത് അത് വർധനവാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ സൂചിപ്പിച്ച വളരെ മനോഹരമായൊരു പാഠമുണ്ട്. ഒരാൾക്ക് വിട്ടുവീഴ്ച കൊണ്ട് അള്ളാഹു അവന് ഉയർച്ചയാണ് നൽകുക. നമ്മൾ ഒരാൾക്കൊരു വിട്ടുവീഴ്ച ചെയ്താൽ നമ്മൾ താഴ്ന്നു പോവുകയല്ല, നമുക്ക് അള്ളാഹു ഉയർച്ചയാണ് നൽകുക. 2-ാമത്തെ കാര്യം സ്വതക്ക കൊണ്ട് അവന് വർധനവാണ് നൽകുക. ഇതാണ് 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം, നമ്മുടെ റിസ്ക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാവിൽ നമുക്ക് ഈ ഒരു വാക്ക് നിത്യേന അങ്ങനെ വന്നുകൊണ്ടിരിക്കണം: ഹസ്ബുനല്ലാ, എനിക്കല്ല മതി. അങ്ങനെയാണെങ്കിൽ അത് അള്ളാഹു ഒരു ആയത്തിലൂടെ പറഞ്ഞതുപോലെ വ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബുൻ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് ആഗ്രഹിച്ച് ചെല്ലുന്നവരാണ്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കുന്നവൻ ആരാണ്? നമ്മുടെ റബ്ബാണ്. അതുകൊണ്ട് ഈ വാക്ക് സ്ഥിരമായി നമ്മുടെ നാവിൻ തുമ്പിൽ ഉണ്ടാവട്ടെ. ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അള്ളാഹു മതി എന്നൊരു വർത്തമാനം. 4 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, നമസ്കാരം, ഇസ്തിഗ്ഫാർ, സ്വതക്ക, പിന്നെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വാക്ക്. അപ്പോൾ ഇത് 4ഉം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റിസ്ക്, ഉപജീവനം വിശാലമാക്കി തരും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഉപജീവനം വിശാലമാവുക എന്നുള്ളത് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. കാരണം നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആഖിറമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥനയുടെ പ്രസിദ്ധമായൊരു പ്രാർത്ഥന, എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു പ്രാർത്ഥനയുടെ 1-ാമത്തെ ഭാഗം ദുനിയാവാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ആഖിറത്തിലെ ഹസനത്തിന് 2-ാമതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്. അപ്പോൾ ഇത് രണ്ടും പരസ്പര തുലനയോടെ കൊണ്ടുപോകാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. ദുനിയാവിലെ ഹസനത്തിന് മാത്രം പ്രതീക്ഷിച്ച് ആഖിറത്തിലെ ഹസനത്തിന് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ആഖിറത്തിലെ ഹസനത്തിന് മാത്രം വിചാരിച്ച് ദുനിയാവിലെ ഹസനത്തിനെ മറന്നു കളഞ്ഞ, അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്ന് കരുതി അത് ഉപജീവനൊന്നും വേണ്ട, റിസ്ക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നുമില്ല. ദീനിൽ മാന്യമായ തൊഴിൽ ചെയ്യാൻ ദീൻ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഓർത്തു പോവുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ടൊരു സഹോദരി വന്ന് പരാതിപ്പെടുന്നുണ്ട്. സ്വഹാബ വനിത ഭർത്താവിനെ പറ്റിയാണ് പരാതിപ്പെടുന്നത്. അദ്ദേഹം സദാസമയവും പള്ളിയിലാണ് നബി. നിസ്കാരവും ഇഅ്തികാഫും ദിക്റും ദുആയും ഇൽമിൻ്റെ മജ്ലിസും ഒക്കെ ആയിട്ട് അങ്ങനെ പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടാണ്. അവർക്ക് കുട്ടികളുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട് എന്നുള്ളൊരു ചിന്തയല്ല. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം, അതിന് റിസ്ക് അന്വേഷിച്ച് പോകണം, എന്തെങ്കിലും ജോലിക്ക് പോകണം എന്നൊരു വിചാരമേ ഇല്ല. എപ്പോഴും നിസ്കാരം നോമ്പ് എന്ന പള്ളി എന്നുള്ളതൊക്കെ അങ്ങനെ കൂടുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ച് നൽകുന്നൊരു ഉപദേശമുണ്ട്: നിനക്ക് അള്ളാഹിനോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ അതോടൊപ്പം നിൻ്റെ വീടിനോട് നിനക്ക് ബാധ്യതകളുണ്ട്, നിൻ്റെ ഭാര്യയോട് ചില കടമകളുണ്ട്,
നിന്റെ മക്കളോട് നിനക്ക് ചെയ്യേണ്ട ചില ഹക്കുകൾ, അതൊക്കെ നീ ചെയ്ത് തീർക്കണം. അതെ, ആഖിറം മാത്രം ഉദ്ദേശിച്ച് പള്ളി കഴിഞ്ഞുകൂടുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ചില വിരുദ്ധന്മാരുടെ സ്വഭാവമാണ്. അതെ, അതെ. അങ്ങനെ ചില ആളുകളൊക്കെ ഇത് ദീനിനെ ഒരു മറയാക്കി അങ്ങനെ പണിക്കൊന്നും പോകാതെ ജീവിക്കുക എന്നുള്ളതൊരു നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ കാണാറുണ്ട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ജോലി ചെയ്തിരുന്നു എന്നാണ്. അതെ, അദ്ദേഹം ജോലിയുള്ള ആളായിരുന്നു. ഓരോ പ്രവാചകന്മാരെ പറ്റിയും നമ്മൾ പഠിക്കുമ്പോൾ അവരൊക്കെ ജോലിയുള്ളവരാണ്. അപ്പോൾ റിസ്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം, നമ്മൾ റിസ്ക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താണ് ഫൈദാ ഖുദിയത്തി സ്വലാ. നമ്മൾ ഓതി കേൾക്കുന്ന ഒരു സൂറത്ത് ജുമുഅയുടെ അവസാന ഭാഗത്താണല്ലോ, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുക, വബ്തഗൂ മിൻ ഫളില്ല, അള്ളാഹുവിൻ്റെ ഫളിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിസ്കരിക്കണം, അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ഹക്കിനെ കുറിച്ച് നമ്മൾ മറക്കരുത്. റിസ്ക്കിന്റെ വിശാലത നമ്മൾ ബോധ്യപ്പെടുക എപ്പോഴാണെന്ന് അറിയൂ, ഈ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ആശുപത്രികളിൽ അഡ്മിറ്റായി ഉണ്ടാകുന്ന ഒരു സമയം, നമുക്ക് കയ്യിൽ കാശില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. ഇത് എന്താ ചെയ്യുക, കൈ ഒഴിഞ്ഞു പോകാനും പറ്റില്ല, കാരണം അവനവൻ്റെ ആളുകളാണ് കിടക്കുന്നത്. അപ്പുണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ, ഇത് ഒരാളെയും യഥാർത്ഥത്തിൽ മാറ്റി നിർത്തേണ്ട ഒന്നല്ല. റിസ്ക് വേണ്ട എന്ന ആർക്കും അഭിപ്രായമില്ല. നല്ലൊരു വീട്, നല്ലൊരു വാഹനം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, ഇതൊക്കെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. പക്ഷെ അത് ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കിട്ടാനുള്ള 4 കാര്യങ്ങൾ, 4 മാർഗങ്ങൾ ആണ് ഇന്നത്തെ ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒന്ന് നമസ്കാരമാണ്. നേരമുള്ള നിസ്കാരം, അത് നമുക്ക് നമ്മുടെ റിസ്ക് വിശാലാക്കി തരുന്നതാണ്. 2 ഇസ്തിഗ്ഫാറാണ്. നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് പാപങ്ങൾ ഏറ്റുപറയുന്നു അത്ര കണ്ട് പടച്ചോൻ നമ്മളിലേക്ക് റിസ്ക് വർഷിപ്പിച്ചു തരുമെന്നാണ്. 3 സ്വതക്കയാണ്. നമ്മൾ ഒരാൾക്ക് എത്ര കണ്ട് നമ്മൾ നന്മ ചെയ്തു കൊടുക്കാൻ, സമ്പത്ത് സ്വതക്ക ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും പടച്ചോൻ നമുക്ക് ഇരട്ടിയായി അത് തരും. ഒക്കെ കഴിഞ്ഞ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എല്ലാ റബ്ബിൽ തവക്കുല് ചെയ്യാനുള്ള അവന്മാർക്ക്. ഇപ്പം നിങ്ങളെ പറഞ്ഞ 4ാമത്തെ കാര്യത്തില് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളതിന്റെ മർമ്മം ഞാൻ പറയാണ് തവക്കുലാണ്, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കാനുള്ളത്. ഒരു ഹദീസിലുണ്ടല്ലോ, നിങ്ങള് പക്ഷികളെ പോലെ തവക്കുല് ചെയ്യണം, അള്ളാഹുവിൽ തവക്കുല് ചെയ്യണം. പക്ഷികൾ എന്ത് ചെയ്യും? പക്ഷികൾ വീട്ടിൽ നിന്ന്, അവരുടെ കൂടുകളിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോൾ വയറൊട്ടിയിട്ടാണ് പോകുന്നത്. വൈകുന്നേരം ആകുമ്പോൾ അവ വയറ് നിറഞ്ഞിട്ടാണ് വരുന്നത്. ഇന്നത്തെ ഭക്ഷണം എവിടെയാന്ന് അവർക്ക് അറിയില്ല, പക്ഷെ എന്നാലും അവരാ വയറ് നിറഞ്ഞിട്ട് അവർക്ക് അവരുള്ള അന്നത്തെ അന്നവുമായി ഉപജീവനവുമായിട്ടാണ് അവരന്ന് മടങ്ങി വരുന്നത്. അതേപോലെ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുല് ചെയ്യണം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞാൻ എൻ്റെ റബ്ബിൽ തവക്കുല് ചെയ്യുന്നു എന്ന 4ാമത്തെ കാര്യവുമാണ് താങ്കൾ ഇന്നത്തെ കാര്യത്തിൽ സൂചിപ്പിച്ചത്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മൾ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, ഈ 4 കാര്യങ്ങൾ എനിക്ക് നൽകണമേ. വത്തുഖാ, അൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അതിൽ 4ാമത്തെ കാര്യമാണ് സമ്പത്ത്, ഐശ്വര്യം, ഉപജീവനം നീ എനിക്ക് നൽകണേ എന്ന ആത്മാർത്ഥമായ ദുആയും നമ്മോടൊപ്പം ഉണ്ടാകണം എന്നീ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കും.